ബനി ഇസ്രായേൽ ജീവിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? അവിടെ തന്നെ അറബ് രാഷ്ട്രത്തിൽ. ഏതാണ് ആ സ്ഥലത്തിന്റെ പേര് പറയും? പിന്നെ മദീനയിലും. മദീനയിലല്ലോ. ഇസ്രായേൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റേ കൊണ്ടോട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കോട്ടക്കലാന്ന് പറഞ്ഞാൽ ശരിയാവോ? അതൊന്നും എനിക്കറിയാൻ മേല. ഒരു പ്രത്യേക ജീവിതല്ലേ. വിളിച്ചിരുന്നോ? ആരിഫാണ്, ആരിഫ് ഹുസൈൻ തെരുവത്ത് കോയ കോളിംഗ്. ദൈവമേ, യോമാർ രണ്ടും കൂടി എന്നെ ഉരുട്ടാന പരിപാടി. ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നല്ലത്. പകൽ വിളിച്ചാൽ നടക്കില്ല, ലൈവിന്റെ സമയത്തെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പോഴാണ്. വിശ്വാസിയാണോ? എന്നാ പിന്നെ ഒരു കോള് നടത്തിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങാം. സുന്നത്തായിക്കോട്ടെ, ദീനിന് വേണ്ടിയിട്ടല്ലേ, ജിഹാദല്ലേ. വരൂ. അങ്ങനെ നിന്നെ ഞാൻ മുങ്ങാൻ അനുവദിക്കില്ല. ജിഹാദിന് വിളിച്ചാൽ അപ്പൊ പുറപ്പെടുന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. പുറപ്പെടൂ. യാല്ലാക്കും യാല്ലാക്കും. എഴുന്നേക്ക്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. എന്തായിരുന്നു വിളിച്ചത്? പറയൂ. എന്താണ് താങ്കൾ ഇങ്ങനെ പിന്നെ പ്രവാചകനൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇസ്ലാമിന്റെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്? ഞാൻ എന്താ കുറ്റം പറഞ്ഞ? ഇസ്രായേലിനെ അനുകൂലിക്കുന്നു, ഇസ്രായേൽ എന്ന തമ്മാട് രാഷ്ട്രത്തെ അനുകൂലിക്കുന്നു. ആദ്യം പറഞ്ഞത് പറയൂ. മുഹമ്മദ് നബീനെ എന്താ ഞാൻ കുറ്റം പറഞ്ഞ? മുഹമ്മദ് നബി കുറ്റം പറഞ്ഞോണ്ടിരിക്കല്ലേ. എന്താ പറഞ്ഞ? ഒരു ഉദാഹരണം പറയും. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. കേട്ടിട്ടുണ്ടോ? മൈക്കിൾ ഹാർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആരാത്? അദ്ദേഹം പ്രശസ്തനായ ജർമ്മൻ ചിന്തകനാണ്. മുസ്ലിമാ? അല്ലല്ല, മൈക്കിൾ ഹാർട്ട് എങ്ങനെ മുസ്ലിം ആകാം? ശരി. മൈക്കിൾ ഹാർട്ട് ഇപ്പോൾ മുഹമ്മദ് നബീനെ പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാര്യമുള്ള? പുള്ളി അറിയത്തില്ലല്ലേ? ലോകത്ത് 100 സ്വാധീനിക്കപ്പെട്ട 100 വ്യക്തികളെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കി. സ്വാലിഹായ 100 വ്യക്തികളോ? ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ലോകത്തെ ഏറ്റവും സ്വാധീനം നല്ല മനുഷ്യന്മാര്. നല്ല മനുഷ്യന്മാർ. 1-ാം നമ്പർ മുഹമ്മദ് നബി. എന്നാ പറയുക നിങ്ങൾക്ക്? എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. നല്ല മനുഷ്യന്മാര്. നല്ല മനുഷ്യന്മാർ. ഓ ശരി. എന്താണ് ആ ബുക്കിന്റെ പേര്? മോസ്റ്റ് ഇൻഫ്ലുവൻസ് 100 ഇൻഫ്ലുവൻസ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. അതിൽ 1-ാം നമ്പർ മുഹമ്മദ് നബി. അതറിയോ? ശരി. അതിനകത്ത് വേറെ ആരൊക്കെയുള്ള? അതില് 3-ാം നമ്പറാണ് ഈസാ നബി. പിന്നെ ബാക്കി? ഐൻസ്റ്റീനൊക്കെ സ്വർഗത്തിലാ? ഐൻസ്റ്റീനൊക്കെ സ്വർഗത്തിലാണോ? നമ്മളിപ്പോ നിങ്ങളിപ്പോ സ്വാധീനിക്കുന്ന മനുഷ്യനായിട്ടും സ്വർഗത്തിൽ പോലെ പിന്നെ സ്വാധീനിച്ചിട്ട് എന്താ കാര്യമുള്ളേ? ഓ, അത് ശരിയാണല്ലോ. അതിൽ 1-ാം നമ്പർ മുഹമ്മദ് നബിയല്ലേ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതില് ഹിറ്റ്ലർ ഉണ്ടോ ആ ലിസ്റ്റില്? ഹിറ്റ്ലർ ഇല്ല. ഹിറ്റ്ലർ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയല്ലല്ലോ. ഹിറ്റ്ലർ ഇല്ലേ ആ ലിസ്റ്റില്? ഹിറ്റ്ലർ ഇല്ല. ഹിറ്റ്ലർ ഉണ്ടല്ലോ മോനെ. അതെന്താ കണ്ടില്ലേ? ഏറ്റവും സ്വാധീനിക്കപ്പെട്ട വ്യക്തികൾ. അതെ, സ്വാധീനിക്കപ്പെട്ട 100 വ്യക്തികൾ. അതിലൊരാളല്ലേ മുഹമ്മദ് നബി? അതെ. അപ്പൊ അതില് 39-ാമനല്ലേ ഹിറ്റ്ലർ? അതെ. അപ്പോൾ ഒരു സ്കെയിൽ എടുത്ത് കഴിയുമ്പോൾ ഒരറ്റത്ത് മുഹമ്മദ് നബിയും മറ്റേ അറ്റത്ത് ഹിറ്റ്ലറും. ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇത് രണ്ടും ഒന്നാണോ? ഹിറ്റ്ലറും മുഹമ്മദ് നബിയൊക്കെ ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ? അതാ പറഞ്ഞേ, ഹിറ്റ്ലറിനെ വെക്കാൻ ഒരു കാരണം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറയൂ, ഈ പറഞ്ഞ 2 വ്യക്തികളും ഒരു സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ? അപ്പൊ പിന്നെ എങ്ങനെ ഒരേ പുസ്തകത്തിൽ ഇവർ രണ്ടുപേരും വന്നത്, ഒരേ ലിസ്റ്റിൽ വന്നത്? സ്വാധീനിക്കപ്പെട്ട 100 പേരുടെ ലിസ്റ്റിൽ മുഹമ്മദ് നബി ഹിറ്റ്ലറും വരുന്നത് ശരിയാണോ കോയ? അങ്ങനെയാണല്ലോ പുസ്തകം. നിങ്ങൾ പറഞ്ഞ പുസ്തകം, നിങ്ങൾ തന്നെ പറഞ്ഞ ലിസ്റ്റ്, നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അത് ശരിയാണോ? എങ്ങനെയല്ല. പിന്നെ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഹിറ്റ്ലറും മുഹമ്മദ് നബിയും ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റുന്ന ആളുകളാണോ? രണ്ടുപേരും സ്വാധീനിക്കപ്പെട്ട വ്യക്തികളാണെന്നല്ലേ ഈ ബുക്ക് പറയുന്നത്? അങ്ങനെയൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അത് നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ്. ഹിറ്റ്ലറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. 2 ധ്രുവമല്ലെന്നേ. അത് ശരി. ഇത് നടുക്കാണ്. മുഹമ്മദ് നബി 1 ഹിറ്റ്ലർ 39. 39 എങ്ങനെ ധ്രുവാവല്? അതൊന്നും എനിക്കറിയാൻ മേല. കാരണം അതിൽ നിങ്ങൾ പറഞ്ഞ നല്ല മനുഷ്യന്മാരുടെ ലിസ്റ്റാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അല്ല, ഏറ്റവും സ്വാധീനിക്കപ്പെട്ടവർ. അപ്പോൾ മോശം സ്വാധീനം ഉണ്ടാവാം.
ഉണ്ടാവും. അപ്പോൾ മുഹമ്മദ് നബിയുടെ മോശം സ്വാധീനമായിക്കൂടെ? കാണോ മാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ. അല്ല അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറയാതിരുന്നോട്ടെ. മുഹമ്മദ് നബിക്ക് മോശം സ്വാധീനമില്ല. ഇന്നിപ്പോൾ ആളുകൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ഓടണം എന്തിനാ? എവിടെയാണ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ? ഇതിപ്പോൾ മിനിയാന്ന് ഓടിയല്ലോ, സിറിയയിൽ ഓടിയല്ലോ, ക്രിസ്ത്യൻ പള്ളിയിൽ നാട്ടുകാർ വോട്ടായിരുന്നു. ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? ഹദീസ് ഉണ്ടെന്നേ. ഇതൊക്കെ നിങ്ങൾ വായോണ്ട് ഇത് ഹദീസുള്ള കാര്യമാണെന്നേ. നിങ്ങൾ ഹദീസ് വേണോ? ഹദീസാണ് എടുത്തു പറയുന്നത്. ഹദീസ് വേണോ? അങ്ങനത്തെ ഹദീസ് ഒന്നും ഇല്ല. അങ്ങനത്തെ ഹദീസ് ഇല്ലാന്നുകൊണ്ട് അതേ ഹദീസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. രണ്ട് തരം അതേ ഹദീസ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ അടിക്കേ. ഗൂഗിളൊക്കെ നമ്മളെപ്പോഴും അടിച്ചു നോക്കും. എന്നാ നിങ്ങൾ അടിക്കേ. ദേ പ്യൂബിക് ഹെയർ ബനു കുറൈല അടിക്കേ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നിങ്ങള് ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നിങ്ങൾ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ. ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ. പാശ്ചാത്യ വനിതകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഇസ്ലാമാണ്. നിങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീ വിരുദ്ധമാണെങ്കിൽ അവരങ്ങനെ സ്വീകരിക്കും. ആര്? സ്ത്രീകളോ? കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് മതമില്ലാത്തവരാണ്. അത് നിങ്ങൾക്കറിയോ? അത് നിങ്ങൾ ഇതിനു വേണ്ടി പറയുന്നത്. നിങ്ങളെ പറഞ്ഞല്ലേ പ്യൂർ റിസർച്ച് പറഞ്ഞാണ്. അതറിയില്ലേ? ഒരു റിസർച്ചും ഇല്ല അതിൽ. പ്യൂർ റിസർച്ച് പറഞ്ഞാണ്. നിങ്ങളത് അറിയാത്തത് നമ്മുടെ കുഴപ്പമില്ല കേട്ടാ. എന്താണ് പോയാ പാതിരാത്രിക്ക് വിളിച്ചിട്ട് റെയിലേ പോയിരിക്കുന്നു. എന്ത് പറ്റി രമണ? ലോകത്ത് വളരെ ലിബറലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാശ്ചാത്യ വനിതകൾ പടിഞ്ഞാറ് രാജ്യങ്ങളിൽ സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇസ്ലാം അതിപ്പോ കുറെ സ്ത്രീകൾ കള്ളുപിടിക്കാനൊക്കെ തുടങ്ങുന്നില്ലേ? അതേപോലെ ഒരു സാധനം, ഒരു അഡിക്ഷൻ, അത്രേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ. കുറെ ആളുകൾ കള്ളുപിടിക്കുന്നു, കുറെ ആളുകൾ കഞ്ചാവ് പിടിക്കുന്നു, കുറെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു, അത്രേ ഉള്ളൂ. ചോറ് എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? ഇല്ല, അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ജൂതന്മാരുണ്ടായിരുന്നില്ല. അവിടെ ഫലസ്തീൻ ഉണ്ടായിരുന്നു. ഫലസ്തീൻ ഖുറാനില് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ? ഖുറാനിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? ഖുറാനിൽ ഫലസ്തീനുള്ള വാക്കുള്ളത്. ഖുറാനിൽ ഇസ്രായേൽ ഉണ്ടോ? ഖുറാനിൽ ഇസ്രായേൽ ഉണ്ടോ? അത് ഇസ്രായേൽ വംശമാണ്. ഇസ്രായേൽ വംശം എന്ന് പറയുന്ന ആളുകളുടെ മതം ഏതാ? അത് ഉത്തരം പറ. അത് ഇസ്രായേൽ വംശം എന്ന് പറയുന്ന ആളുകളുടെ മതം ഏതാണ്? ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞാൽ മതം പിന്നെ ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവരുടെ മതം ഏതാ? അത് ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ്. യഹൂദ വൻ നസാറ എന്ന വാക്ക് ഇസ്ലാം ഖുറാനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുണ്ട്. അതിൽ യഹൂദ എന്ന് പറഞ്ഞാൽ എന്താണ്? യഹൂദ എന്ന് പറഞ്ഞാൽ ജ്യൂസ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? മുഹമ്മദ് നബി ഉണ്ടാകുന്നതിന് മുന്നേ അവിടെ ജ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. എങ്ങനെ ജൂതരും മുഹമ്മദ് നബിക്ക് മുമ്പേ ഉള്ളവരാണ്. അപ്പൊ അവരവിടെ ഉണ്ടായിരുന്നില്ലേ? മുഹമ്മദ് നബി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലേ? യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ആ ബനി ഇസ്രായേൽ ആരാണ്? അതെ, അത് അറബ് രാഷ്ട്രങ്ങളിലുണ്ട്. അറബ് രാഷ്ട്രം അല്ലല്ലോ. യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ആരാന്ന് പറയും? ഇസ്രായേൽ വംശം എന്നാണ്. ഇസ്രായേൽ വംശം എവിടെ ഉണ്ടായിരുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ്? മദീനയിൽ. ഇസ്രായേൽ മദീനയാണോ? എന്നാ പിന്നെ യാ ബനി മദീന എന്ന് വിളിച്ചാ പോരെ? ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പേരല്ല. ശരി. യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ വംശജർ എന്ന് പറയുമ്പോൾ അവരെവിടെയാണ് വസിച്ചിരുന്നത്? അത് അവർ വസിച്ചിരുന്ന സ്ഥലത്തിന്റെയും പേരാണ്. അതറിയില്ലേ ഇപ്പൊ കോയക്ക്? മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. അത് സ്ഥലത്തിന്റെയും കൂടി പേരാണ്. അത് നിങ്ങൾക്ക് അറിയില്ലേ? സ്ഥലത്തിന്റെ പേരല്ല. അത് പിന്നെ ആരുടെ പേരാ? ഗോത്രത്തിന്റെ പേര് എവിടുന്ന ഇടല്? ഇസാഖ് നബിയുടെ പിന്മുറക്കാരാണ് ഇസ്രായേൽ വംശം എന്ന് പറയുന്നത്. ബെസ്റ്റ്. അപ്പോ ഈ പറഞ്ഞ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയും? അത് അന്ന് ബനി ഇസ്രായേൽ ജീവിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? അവിടെ തന്നെ അറബ് രാഷ്ട്രത്തിൽ. ഏതാണ് ആ സ്ഥലത്തിന്റെ പേര് പറയും? പിന്നെ മദീനയിലും. മദീനയിലല്ലല്ലോ. ഇസ്രായേൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റേ കൊണ്ടോട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ മറ്റേ കോട്ടക്കലാന്ന് പറഞ്ഞാൽ ശരിയാവോ? അതായത് മറ്റേ ഇതല്ലടാ ഇതോ യാ ബനി കോട്ടക്കലുകാര എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്നിട്ട് അവനെ വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ കോട്ടക്കലുകാരനാണോ? ഒരു രാജ്യത്ത് കടന്നു കയറിയിട്ട് യാ ബനി കോട്ടക്കലുകാര എന്നൊരാളെ കൊണ്ടോട്ടിയിൽ നിന്ന് വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ കോട്ടക്കലുകാരനാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ചോദിച്ചതിന് ഉത്തരം പറയും. അപ്പൂപ്പന്റെ കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്. ചോദിച്ചതിന് ഉത്തരം പറയും. യാ ബനി കോട്ടക്കൽക്കാര എന്ന് പറയുമ്പോൾ ഒരാളെ കൊണ്ടോട്ടിയിൽ നിന്ന് വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ അതോ കോട്ടക്കലുകാരനാണോ?
അത് ആ സ്പേസിന്റെ പേരല്ല. ആ സ്പേസിന്റെ പേരാണല്ലോ അത്. നിങ്ങൾക്ക് അറിയാത്ത എന്റെ പ്രശ്നമാണോ? അല്ല 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 അതല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുക? നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് വളച്ചൊടിച്ച കാര്യം നടക്കുമോ? മിസ്റ്റർ ആരിഫ് ഹദീസ് വളച്ചൊടിക്കുന്നില്ല. ഹദീസ് എവിടെ വളച്ചൊടിച്ച്? ഞാൻ ഉള്ളതല്ലേ, നേരെയല്ലേ വായിച്ചത്. എന്റെ മുണ്ട് പൊക്കി നോക്കി എന്റെ രോമം മുളയ്ക്കാത്തോണ്ട് എന്നെ വെറുതെ വിട്ടു. ഞാൻ ഹദീസ് നോക്കി വായിച്ചതാ. കുട്ട ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. അത് സഹിയായ ഹദീസാണ്. സഹിയായ ഹദീസാണ്. ഗ്രേഡ് സഹി അൽബാനി റിപ്പോർട്ട് ചെയ്തത്. കിതാബ് അൽ ഹുദൂദ്, പ്രിസ്ക്രൈബ്ഡ് പണിഷ്മെന്റ്സ്. പറയാനുള്ളത് ഇതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പഴയ സാധനമല്ലേ. അതിപ്പോ എനിക്കിപ്പോൾ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. പുതിയത് ഇപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? ഞാനത് ചോദിക്കരുതായിരുന്നു. കഴിഞ്ഞോ? വെടി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത എന്താ പുതിയത് പറയും? ഒന്നും പറയാനില്ല. കഴിഞ്ഞു. എന്നാ ശരി, കിടന്നുറങ്ങിക്കോ. മൂത്രമൊഴിച്ചോ? എന്നാ ശരി. മൂത്രമൊഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ശരി ശരി, അതൊക്കെ ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല. ശരി, ഇനി വേണ്ടി വരും. ഓക്കെ. എടോ താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ?